നമുക്കതിനകത്ത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ക്ലച്ചിൻ്റെ ഈ കേബിള് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓയിലിൻ്റെ മേലെ ഓയിലിട്ട് ഒഴിക്കുന്ന നെറ്റ് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മളുടെ കിക്കർ ഒന്ന് അയച്ചെടുക്കുക. പിന്നെ നമ്മൾ താഴത്തെ ഡ്രെയിൻ നെറ്റ് ഇതാണ്, അത് ഊരിട്ട് ഓയിലൊന്ന് ചോർത്തുക. ഞാൻ ഓയിൽ പിന്നെ ഇന്നലെ ചോർത്തി വെച്ചിരുന്നു. പിന്നെ നമ്മുടെ കിക്കറും അതുപോലെ തന്നെ ഈ സൈഡിലുള്ള 8ൻ്റെ ബോൾട്ടുകൾ വരും, ആ ബോൾട്ടുകൾ മൊത്തത്തിൽ അയച്ചെടുക്കുക. പിന്നെ നമുക്ക് ഈ 17ൻ്റെ താഴെ ഇവിടെ 2 സൈലൻസറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 2 ബോൾട്ട് ഉണ്ട്, അതൊന്ന് ലൂസാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലച്ചിൻ്റെ കേസ് ഊരാനിടാനൊക്കെ സിമ്പിളായിരിക്കും. നമ്മൾ ഊരി എടുത്തിട്ടുണ്ടത്. നമുക്കതുപോലെ തന്നെ ഇതിനകത്ത് കിക്കർ ഷാഫ്റ്റിൻ്റെ ഈ ഓയിൽ സീൽ ഓൾറെഡി പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റീപ്ലേസ് ചെയ്യണം. പിന്നെ അതുപോലെ സൈഡിൽ ക്ലച്ചിൻ്റെ ക്യാമിൻ്റെ സ്പ്രിങ്ങും പൊട്ടിപ്പോയിട്ടുണ്ട്, അപ്പോൾ ഇതൊന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യണം. നമ്മൾ പുതിയ വാങ്ങിച്ച ക്ലച്ച് ക്യാമിൻ്റെ റിട്ടേൺ സ്പ്രിങ് ആണിത്. പിന്നെ അതുപോലെ നമുക്ക് ക്ലച്ചിൻ്റെ ലിവറും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിവർ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ഈ ഹോളില്ലേ, ഇത് തേമാനം വന്നിട്ടുണ്ട്. നമ്മൾ ക്ലച്ചിൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് മാക്സിമം ഇതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ലിവറും അതിൻ്റെ കേബിളും റീപ്ലേസ് ചെയ്യുന്ന നല്ല ഒരു കാര്യം തന്നെയായിരിക്കും. ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെ എല്ലാവരുടെ വണ്ടിയിലും ക്ലച്ചിൻ്റെ ലിവർ ഉണ്ടാവുക. ഇത് നമുക്ക് ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് കാണാം. ഇതിന് പ്ലേ ഇവിടെ ഓൾറെഡി തേഞ്ഞ് തീർന്നിട്ടുണ്ട്. ക്ലച്ച് ഇത്രയും പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെതായ ഒരു പ്രശ്നം നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന നേരത്ത് മാറ്ററിയാം. നമ്മൾ പഴയ ക്ലച്ച് ലിവറും പുതിയ ക്ലച്ച് ലിവറും തമ്മിലുള്ള ഡിഫറൻറ്റ് ഉണ്ടോ? പുതിയതിൻ്റെ ഹോൾ ഇവിടെ കറക്റ്റാണ്, പഴയതിന് ഇവിടെ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലച്ച് എൻഗേജിന് വരുന്ന വ്യത്യാസമാണ്. പിന്നെ ക്ലച്ചിൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് ലിവറും കേബിളും മാക്സിമം റീപ്ലേസ് ചെയ്യാൻ നോക്കുക എല്ലാവരും. അടുത്ത് നമുക്ക് ഈ 4 സ്റ്റാറിൻ്റെ സ്ക്രൂസ് 4 ഊരിയെടുക്കണം. പിന്നെ അതിന് സെൻറ്ററിലൊരു ബോൾട്ടുണ്ട്, അതും കൂടി ഊരിയെടുക്കണം. നമുക്ക് സെൻറ്ററിലെ ബോൾട്ട് പറഞ്ഞായിട്ട് ഇതുപോലൊരു സ്പെഷ്യൽ ടൂൾ ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെ നെറ്റാണ് അവിടെ വരുന്നത്. അത് ഊരിയ ശേഷം നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഈ സൈഡിൽ വരുന്ന ഈ 10ൻ്റെ നെട്ടും ബോൾട്ടുകളെല്ലാം ഊരിയെടുക്കാം. അതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് താഴെ ഇവിടെ വരുന്ന ഈ 8ൻ്റെ ബോൾട്ടും തൊട്ടപ്പുറത്തുള്ള 8ൻ്റെ ബോൾട്ട് ഊരണം. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അയക്കുന്ന സമയത്ത് ഇവിടെ ഓയിൽ സിലിണ്ടറുണ്ട്, ഒരു ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ അയച്ചിട്ട് ക്ലീൻ ചെയ്യൽ നിർബന്ധമുള്ളൊരു കാര്യമാണ്. കാരണം ഓയിൽ പമ്പിങ്ങിനെ ഒക്കെ ബാധിക്കുന്നതാണത്. ഇതിൽ കൂടെയാണ് ഓയിൽ പമ്പ് മേലോട്ട് വലിച്ചെടുക്കുക. ഇതുണ്ടോ, ഈ ഫിൽറ്ററിൻ്റെ കോലാണിത്. ഒരു പകുതി അതിൻ്റെ അടുത്ത് മൊത്തം അടഞ്ഞു കിടക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് തിരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതും കൂടി നമുക്ക് അയച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പഴയ വണ്ടിയിലുണ്ടായിരുന്ന ക്ലച്ച് പ്ലേറ്റ്. ഇത് ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും ഇതിങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രൽ ക്ലച്ചും ഹബും കൂട്ടത്തിലുണ്ടാവും. ഇത് സെൻട്രൽ ക്ലച്ച്, ഇത് ക്ലച്ച് ഹബ്ബ്, ഇത്രയും സാധനം ഇതിൻ്റെ തന്നെ ഫുൾ അസംബ്ലിയാണ് നമുക്ക് ഫുള്ള് പുതിയതായിട്ട് വരുന്നത്. ഇങ്ങനെ മാറ്റുന്ന ഒരു കണക്കിന് മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ ഈ പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്കും അതുപോലെ തന്നെ ഈ സെൻട്രൽ ക്ലച്ച് ഹബ്ബൊക്കെ നമുക്ക് സെപ്പറേറ്റാണ് കിട്ടുക. ഇതാണെങ്കിൽ ഫുൾ അസംബ്ലിക്ക് മൊത്തത്തിൽ കിട്ടും. ഇതുപോലെ ഈ നെറ്റ് ലൂസ് ചെയ്തിട്ട് നമുക്ക് നേരെ ഹബ്ബിലേക്ക് കയറ്റി കണക്റ്റാക്കിയാൽ മാത്രം മതി, പരിപാടി കഴിഞ്ഞു. പിന്നെ അതേപോലെ നമ്മൾ അയച്ച സാധനങ്ങളൊക്കെ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പം ഇതുപോലത്തെ ക്ലച്ച് ഷൂവും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇങ്ങനെ റീപ്ലേസിങ് വരുന്ന വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ കൂടെ വരും. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഗൈസ്.